നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെയാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൃത്യമായിട്ട് ട്രെൻഡ് നിലനിൽക്കേണ്ടത്. ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സപ്പോർട്ടിലാണ് നിലനിൽക്കുന്നതെങ്കിൽ ബൈക്ക് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. അതുപോലെ തന്നെ റെസിസ്റ്റൻസിൽ നിലനിൽക്കുമ്പോൾ ഷോർട്ട് സെല്ലിന് മാത്രം ഇമ്പോർട്ടൻറ്റ് നൽകുക. ഇന്നത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ കണ്ട് തന്നെ മനസ്സിലാവും. മാർക്കറ്റ് മൊമെന്റം കുറവായിരുന്നെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ടിലായിരുന്നു ഈ ഒരു ലെവല്. അതിന് മുൻപത്തെ ദിവസമായാലും ഈ ഒരു ലെവലില് മാർക്കറ്റ് മൊമെന്റ് ഇല്ലെങ്കിലും റൈറ്റ് രീതി ഇതാണ്. ഇപ്പം റൈറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ബൈർ ഓപ്പർച്യൂണിറ്റി, റൈറ്റ് റെസിസ്റ്റൻസ് ചെയ്യുന്ന ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞാണ് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 800 മുകളിലാണ്. അപ്പോൾ 800 മുകളിൽ കിട്ടിയ നല്ലൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ അവസരമായിരുന്നു. സഡൻ ആയിട്ട് ഒരു ഫാള് മാർക്കറ്റിൽ വന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം 800 മുകളിലെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ സഡൻ ക്വിക്കായിട്ടുള്ള ഒരു ഫാള് വന്നു. കാരണം ഷോർട്ട് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും വരുന്നത് 24,888 24,888 ആണ്. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഇനി ബൈക്ക് ഒരു സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത് നിന്ന് മാർക്കറ്റ് സെല്ലിന് ശ്രമിച്ചുകൊണ്ടിരിക്കും, ഷോർട്ട് സെല്ലിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. മാർക്കറ്റ് ഒരു താഴത്തേക്കുള്ള ഒരു പ്രഷർ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഉണ്ടായിരിക്കും. പക്ഷെ സപ്പോർട്ട് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കണം. റൈറ്റ് സപ്പോർട്ടിന് ബൗൺസ് ചെയ്യാൻ ഇപ്പൊ ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ ആയാലും എപ്പോഴും ഇത് സപ്പോർട്ടിലാണ്. അപ്പൊ എപ്പോഴും സപ്പോർട്ടിൽ നിലനിൽക്കുമ്പോൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. സപ്പോർട്ടിൽ നിലനിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു ക്വിക്കായിട്ട് ഒരു മൊമെന്റ് താഴത്തേക്ക് വരുന്നുണ്ടെങ്കിലും അത് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അല്ല. നമ്മളെപ്പോഴും ബൈക്ക് മാത്രമാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. അപ്പൊ ഇതേ രീതിയിൽ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയിലെ മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഇമീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നമുക്ക് നോക്കാം. ലോവർ ലെവൽ നമുക്ക് ഇനി സപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നത് 525 24,525 താഴത്തേക്ക് നിലനിർത്തിയ വീക്ക്നെസ് ആയിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലായാലും 500 നൽകിയിരുന്നത്. ലെവലുകൾ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഇന്നത്തെ പോലെ സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവൽ റെസിസ്റ്റൻസ് 666 ആണ്. 24,666 24,666 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈം ഫ്രെയിമിന്റെ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ താഴെയാണ് ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെൽ ആക്റ്റീവ് ആകും. 24,500 ലോവർ ലെവലിലെ സപ്പോർട്ട്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 24 ലെവല് 24,525 ആണ്. ഓപ്പൺ ചെയ്യുന്നത് 24,525 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈമിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ക്വിക്കായിട്ടുള്ള ഒരു ഫാൾ മാർക്കറ്റിൽ കിട്ടും. 24,465 445 ആണ് സപ്പോർട്ട് വരുന്നത്. 445 ഹോൾഡ് ചെയ്തുകൊണ്ട് 24,465 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതിൽ ലോവർ ലെവൽ നല്ല സപ്പോർട്ടാണ്. അതുപോലെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ക്വിക്കായിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ കിട്ടും. ലോവർ ലെവൽ നല്ല സപ്പോർട്ട് വരുന്നത് 24,345 24,345. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ല എങ്കിൽ വെയിറ്റ് ചെയ്യുക. റൈറ്റ് എൻട്രി സപ്പോർട്ടിൽ നിന്നുള്ള എൻട്രിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആയിരിക്കും. 24,666 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ കുറച്ചുകൂടി സ്ട്രെങ്ത് കിട്ടും മുകളിലേക്ക്. ഹയർ ലെവൽ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. 24,750 മുതൽ റെസിസ്റ്റൻസ് തുടങ്ങാണ്. 750 24,800 24,830 അതുപോലെ തന്നെ 24,888. ഇതെല്ലാം ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആണ്. ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിൽ മൊമെന്റം കിട്ടില്ല. റൈറ്റ് എൻട്രി റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് എടുത്താൽ കൃത്യമായിട്ടുള്ള മൊമെന്റം മാർക്കറ്റിൽ കിട്ടും. മാർക്കറ്റിലെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.